ഹേ ഗൈസ്, അപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ അലോട്ട്മെന്റ് ഡേറ്റുമായി ബന്ധപ്പെട്ട അലോട്ട്മെന്റ് കിട്ടിയ ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ബേസിക്കലി ഡേറ്റുകളാണ്. ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി നിങ്ങൾ അഡ്മിഷനൊക്കെ അത് വളരെ സാരമായ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അതിന് മുന്നേ 2 മിനിറ്റ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. മറ്റേ ആഡോ പ്രൊമോഷൻ ഒന്നുമില്ല, നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട 2 മിനിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, അതായത് +2 ശേഷം ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് പണിയുണ്ട്. ആക്ച്വലി ഫസ്റ്റ് അലോട്ട്മെന്റ് വരാൻ വേണ്ടി പോകുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന റിയാലിറ്റി ഞാൻ പറയുന്നത് കേട്ടോ. നല്ല മാർക്ക് വേണം, ഒരു 90 എബോവ് മാർക്ക് ഉണ്ടെങ്കിലുള്ളൂ ഗവൺമെൻറ് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ. അതൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി കോമ്പറ്റീറ്റീവ് ലെവലിൽ തന്നെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു UG കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി പോകുക, ആ കോഴ്സ് നിങ്ങൾ അത്രത്തോളം സീരിയസ് ആയി തന്നെ നിങ്ങൾ കാണണം. കൃത്യം നമുക്ക് വേണ്ടത് ഒരു ഫോക്കസ് വേണം, അതിൽ കോൺസെൻട്രേഷൻ വേണം, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ഐഡിയകൾ വേണം, സ്കില്ല് വേണം. ഇത് കൃത്യമായി ഡെവലപ്പ് ചെയ്ത് നമുക്ക് വേണ്ട നല്ലൊരു മോട്ടിവേഷനാണ്, നല്ലൊരു പ്ലാനാണ്, നല്ലൊരു അച്ചടക്കമാണ് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോ ബേസിക്കലി ഞാൻ പലപ്പോഴും പല പുസ്തകങ്ങൾ വായിക്കാനും വേണ്ടി വാങ്ങാറില്ല. അപ്പോൾ ഞാൻ ഈ ആഴ്ച വാങ്ങിയ 2 പുസ്തകങ്ങളും ഒന്ന് ഹൗ ടു ഇംപ്രൂവ് കോൺസെൻട്രേഷൻ, എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ടോപ്പേഴ്സ് സ്റ്റഡി ഹാക്സ്, ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളുടെ ചില ബ്രെയിൻ ഹാക്സ് ഒക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ പലപ്പോഴും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്. വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് ഒരിക്കലും ഞാൻ ഒരു വീഡിയോസും ഇതിൽ ചെയ്യാറില്ല. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡിഗ്രി അലോട്ട്മെന്റുമായി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിച്ച് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി പ്രധാന ഡേറ്റ്സ് ഞാൻ പറയാൻ വേണ്ടി ഇപ്പോൾ നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരാൻ വേണ്ടി പോകുന്നത്, അതായത് ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം 21-ാം തീയതി ഞായറാഴ്ചയാണ്. അതായത് 22-ാം തീയതി നാളെയാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് പ്രകാരമാണ് അത് പറയുന്നത്. ചില ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പല യൂണിവേഴ്സിറ്റി വ്യത്യാസമുണ്ട്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്, അതത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഡേറ്റും കാര്യങ്ങളും കിട്ടും. അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളുണ്ട്, അത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരേപോലെയാണ്. അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 26-ാം തീയതി 22-ാം തീയതി നാളെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന് 26-ാം തീയതി വരെ നിങ്ങളുടെ അലോട്ട്മെന്റ് സമയം ഉണ്ടായിരിക്കുക. അത് നിങ്ങൾ മാൻഡേറ്റ് അടയ്ക്കേണ്ട ഒരു ഫീസ് ഉണ്ട്. അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇത്ര ഫീസ് ഞാൻ അത്ര എനിക്ക് കറക്റ്റ് ഓർമ്മിക്കുന്നത്, എനിക്കൊന്ന് ഒരു 500-ഒക്കെ ഇടയിൽ ഒരു എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് നമ്മൾ ആദ്യമേ അടയ്ക്കണം. അത് അടച്ചാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റി നമുക്ക് അഡ്മിഷൻ പ്രോസസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ മാൻഡേറ്റ് ഫീസ് അടച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അലോട്ട്മെന്റ് പ്രോസസ് നമ്മൾ പുറത്താവും. അപ്പോൾ അതൊക്കെ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. അലോട്ട്മെന്റ് നോക്കിയ സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ കാണാം മാൻഡേറ്റ് ഫീസ് അടയ്ക്കാന്നുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കുന്ന ഫീസാണ്. അത് അടയ്ക്കാനുള്ള അവസാന ഡേറ്റ് 26-ാം തീയതി വൈകിട്ട് 5 മണി വരെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സമയം, ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ആഫ്റ്റർ ഫസ്റ്റ് അലോട്ട്മെന്റ് അത് 24-ാം തീയതി വരെ. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5 സ്കൂൾ കിട്ടി, ഒരു 5 കോളേജാണ് നിങ്ങൾ അലോട്ട്മെന്റ് കൊടുത്തത്, നിങ്ങൾ കിട്ടിയത് 4-ാമത്തെ കോളേജാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് 2-ാമത്തെ കോളേജ് കിട്ടിയാൽ നല്ലത്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന സമയമാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരാൻ വേണ്ടി പോകുന്നത് 29. അപ്പോൾ 6-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് എല്ലാ അഡ്മിഷൻ പരിപാടിയും അവർ നടത്തും. അതിനുശേഷം 29-ാം തീയതി, അതായത് ജൂൺ മാസം 29-ാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റ് വരും. അതിൻ്റെ മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ടതൊക്കെ എന്തായാലും ഒരു 4 ദിവസം സമയം ഉണ്ടാവും. ഒരു 3 മണി വരെയാണ് ഇതിൽ, 2-ാം തീയതി 3 മണി വരെയാണ് കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം ഓരോരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങളെ അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റാങ്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാനൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഞാൻ നിങ്ങളോട് എൻ്റെ അഡ്മിഷൻ കഥ പറഞ്ഞില്ലല്ലോ, അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചത് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ്. ഞാൻ 2014-2017 ബാച്ചാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് ഡിഗ്രി പഠിച്ചു. അപ്പോൾ ആ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് എൻ്റെ +2 മാർക്ക് എന്ന് പറഞ്ഞാൽ 87% ആയിരുന്നു എൻ്റെ +2 മാർക്ക്. ഞാൻ +2 കൊമേഴ്സാണ് പഠിച്ചത്. ഞാൻ BA എക്കണോമിക്സ് അവിടെ പഠിക്കുന്നത്. എനിക്ക് അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയില്ല, തേർഡ് അലോട്ട്മെന്റിൽ എനിക്ക് എന്ത് ചെയ്തില്ല, തേർഡ് അലോട്ട്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു. കാരണം സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഞാൻ റാങ്ക് പരിശോധിച്ചു. ഞാൻ കോളേജിൽ പോയി ടീച്ചറോട് റാങ്ക് സംസാരിച്ചു. ടീച്ചർ പറഞ്ഞു തേർഡ് അലോട്ട്മെന്റ് അടുത്ത അലോട്ട്മെന്റിൽ കിട്ടേണ്ടതാണ്, നിങ്ങൾ ഏതായാലും നോക്കുന്നു പറഞ്ഞു. പക്ഷേ തേർഡ് അലോട്ട്മെന്റിലും എനിക്ക് തോന്നുന്നു അതും എനിക്ക് എന്ത് ചെയ്തില്ല, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ ആകെ നിരാശനായി ശരിക്കും. എനിക്ക് പിന്നെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ തന്നെ എൻ്റെ വലിയ ആഗ്രഹം. കാരണം ഞാൻ SLC വരെ അത്ര നന്നായി പഠിക്കുന്ന ആളൊന്നായിരുന്നില്ല. പക്ഷേ +1 +2 ആണ്. എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പോൾ മുന്നത്തെ വീഡിയോ ഒക്കെ പലപ്പോഴും പരാമർശിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ പലപ്പോഴും പണ്ടത്തെ ആൾക്കാർ പറഞ്ഞൊരു വാക്കുണ്ടല്ലേ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ആല ചാരിയാൽ ചാണകം മണക്കും എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയും പ്രവർത്തിയൊക്കെ മാറും. അപ്പോൾ നല്ല ഒരു ഫ്രണ്ട് കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ എന്ത് ചെയ്തു, പിന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ നന്നായി പഠിച്ചു. 87% മാർക്ക്. അന്നത്തെ എന്നെ സംബന്ധിച്ചുള്ള 87 വലിയ മാർക്കായിട്ട് അന്ന്. കാരണം അതായിരുന്നു എൻ്റെ അന്നത്തെ അവസ്ഥ.
അപ്പോൾ ഇന്ന് ചില 87 ചിലപ്പോൾ വലിയൊരു മാർക്കൊന്നും ആയിരിക്കില്ല, ചില നിങ്ങൾ അതിലും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അന്ന് അതേപോലെ എനിക്ക് അവസാനം ഗുരുവായൂരപ്പൻ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് സ്പോട്ട് അഡ്മിഷൻ, സ്പോർട്സ് അല്ല സ്പോട്ട് അഡ്മിഷൻ, എല്ലാ അഡ്മിഷനും കഴിഞ്ഞ് ഏറ്റവും അവസാനം നടന്നൊരു അഡ്മിഷൻ ഉണ്ട്. അതായത് ആ ദിവസം ഇന്ന സമയത്ത് മുതൽ, അന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ, ഈ സമയത്തിനിടയിൽ അന്ന് ആ കോളേജിൽ എത്തുന്ന കുട്ടികളിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കും. അങ്ങനെ ഞങ്ങളെ കോളേജിൽ എക്കണോമിക്സിൽ 5 സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അതിൽ 4ാമത്തെ ആളായിട്ടാണ് എനിക്ക് അന്ന് എന്ത് ചെയ്യുന്നത് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയ്യോ എനിക്ക് അവിടെ കിട്ടി, കാരണം അത്രയും കോമ്പറ്റീഷൻ, അത്രത്തോളം മാർക്ക് പല കുട്ടികളും സ്കോർ ചെയ്യുന്നുണ്ട്, സീറ്റ് കുറവാണ്. ഇനി അങ്ങോട്ട് അങ്ങനെയാണ്, ഇനി അങ്ങോട്ട് സീറ്റുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, കോമ്പറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അവിടെ ഏറ്റവും ബെസ്റ്റ് ആരാണോ അവരാണ് അവിടെയൊക്കെ എത്തുക. ഇപ്പോൾ ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോകുന്ന എൻ്റെ കുട്ടികൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. കോളേജാണ്, മറ്റ് പരിപാടികളാണ്, ഐ മീൻ എന്താ പറയുക, വെറുതെ വേസ്റ്റ് ഓഫ് ടൈം അല്ല. നിങ്ങൾ പലരും പറയും ഡിഗ്രി പഠിച്ചത് എന്ത് കാര്യം, അതൊക്കെ ഡിഗ്രിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കി വെച്ചോ, ഡിഗ്രി പഠിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ഒരുപാട് പെർസ്പെക്റ്റീവ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നൊരു കാര്യം. പക്ഷെ അതിൻ്റെ കൂടെ ഡിഗ്രി, അതായത് സർട്ടിഫിക്കറ്റ് പഠിച്ചിറങ്ങി നമ്മുടെ കൈമൽ ഉണ്ട് എന്ന് ഉറപ്പാക്കണം. വെറുതെ കോളേജിൽ പോയി തിരിഞ്ഞ് കളിച്ച് അലമ്പ് കളിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഗവൺമെൻറ് കോളേജിൽ പോയിട്ടേ ആ ഒരു കോളേജ് എക്സ്പീരിയൻസ്, എക്സ്പോഷർ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഒരു പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ അത്രയും ബെസ്റ്റ് കോളേജിലൊക്കെ പോയാലേ നമുക്ക് ആ ഒരു സാധനം അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതുമായി നമ്മുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് വീഡിയോസ്, കാരണം എന്താ പറയുക, നിങ്ങളിപ്പോൾ എൻ്റെ 10ാം ക്ലാസ് മുതൽ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുണ്ടാവും, +2 ശേഷം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്, കുറേ വർഷമായി ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഓൺലൈൻ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിഹാൽ സാർ എന്ന യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ പരമായിട്ടുള്ള പല വീഡിയോസും കാര്യങ്ങളും, നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അലോട്ട്മെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ കിട്ടട്ടെ. കിട്ടിയാൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മെസ്സേജ് ഒക്കെ അയയ്ക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.